ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ തിരുവഴുത്ത് നമ്മൾ ഭൂമിയുടെ വരപ്പിലുള്ള ക്രൈസ്തവരായിരിക്കുന്ന കോടാകോടി മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ കാണാപ്പാടമായി കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന ഒരു വചനഭാഗമായി. ഈ വചനത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. അതായത് യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും അബ്രഹാമിനെ താഴ്ത്തി പരീക്ഷിക്കുകയും അബ്രഹാം ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയും ചെയ്തു എന്ന് നമുക്ക് വായിക്കുവാൻ. അബ്രഹാമിൽ കൂടെയുള്ള തെരഞ്ഞെടുപ്പ്, അബ്രഹാമിന്റെ ദൈവത്തോടുള്ള ആ ജീവിതചര്യകൾ, എന്തുകൊണ്ട് ഇസ്രയേൽ അബ്രഹാം എന്ന ഏക മനുഷ്യൻ ബഹുജാതികൾക്ക് പിതാവാകും അബ്രഹാം അനുഭവിച്ച മനോവേദനകളും മാനസിക സംഘർഷങ്ങളും എത്രത്തോളം എവറസ്റ്റോളം വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൂടി അവൻ കടന്നുപോയ സമയങ്ങളിൽ ഒന്നും തന്നെ ദൈവത്തെ അവിശ്വസിക്കുകയോ ദൈവത്തോട് പിറുപിറുക്കുകയോ ദൈവത്തിന് വേദന വരുന്ന ഒരു വാക്ക് പറയുകയോ അവൻ ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം എപ്പോഴും പറയുന്നു, തിരുവഴുത്തിൽ വ്യക്തമായി പിതാവാം ദൈവം യാഹാം ദൈവം പറയുന്നു, അതുകൊണ്ട് അവൻ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവത്തിന് യാതൊരു മനോവേദനയും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെയായിരുന്നു, താൻ അങ്ങനെയാണ്. ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം തന്നെ ആണ്. കാരണം ഈ പിതാക്കന്മാരുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഇന്ന് ഇസ്രയേൽ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുവാൻ കഴിയുന്നു. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇസ്രയേലിലേക്ക് വന്നിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ ഇടയന്റെ മഹത്വം, ഈ ഇടയന്റെ അല്ലെങ്കിൽ ആ ഒരു വചനത്തിന്റെ ആഴം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. യഹോവ എൻ്റെ ഇടയനാകുന്നു. നോക്കണമേ, ശക്തമായ യുദ്ധത്തിൽ കഴിഞ്ഞ 10-12 ദിവസമായി ഈ രാജ്യം കടന്നു പോകുന്നു. 95 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഈ രാജ്യത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി തീരേണ്ട അനുഭവമായിരുന്നു. എങ്കിൽ പോലും ദൈവം അവരോടുകൂടെ ഇരുന്ന് അന്ന് മുതൽ അബ്രഹാമിന്റെ വിളി മുതൽ ഇന്ന് വരെയും ഈ 2025 ഈ ജൂൺ മാസത്തിന്റെ അവസാനം വരെയും ആ വചനം അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായി ദൈവം, അതായത് അവൻ അവരുടെ ഇടയായിരുന്നത് കൊണ്ട് അവർക്ക് യാതൊരു മുട്ടും ഈ ഒരു സമയം വരെയും ഉണ്ടായില്ല. എവിടെയും ദൈവം ഒരു മുട്ടുമില്ലാതെ ജയത്തോടെ, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടക്കുമ്പോഴും ആ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഞാൻ ഭയപ്പെടുകയില്ല. നമ്മൾ അതിനെ ഇസ്രയേലായിട്ട് കാണണം, ഒരു വ്യക്തിയായിട്ട് കാണണ്ട. ഇസ്രയേൽ പറയുന്നു, കൂരിലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്ക് യാതൊരു ഭയവുമില്ല. കാരണം ലോകജാതികൾ എനിക്കെതിരെ തിരിഞ്ഞോട്ടെ, എനിക്ക് യാതൊരു ഭയവുമില്ല. കാരണം യഹോവ എൻ്റെ ഇടയനാകുന്നു. ദൈവത്തിന്റെ പൈതലെ, ഇതിലൊരു മർമ്മം പുതിയ നിയമ വിശ്വാസിയോട് ദൈവം പറയുന്നുണ്ട്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ജീവിതം ദൈവമായി അവർ പറ്റിച്ചേർന്നിരുന്നത് കൊണ്ട് ദൈവം അവന്റെ സന്തതിയെ ഈ ഈ ഈ ഒരു കാലഘട്ടത്തിലും അത്ഭുതകരമായി നടത്തുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന ചില വ്യക്തിപരമായ ജീവിതത്തിൽ ചിലരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത അന്നു മുതൽ ഇന്നു വരെയും പലവിധമായ ജീവിതത്തിന്റെ കഷ്ടങ്ങള്, ഭാരങ്ങള്,
വേദനകൾ അവർ അനുഭവിച്ചു പോരുകയാണ്. ഒരു നല്ല ദിനം നാളെ ഉണ്ടാകും ഉണ്ടാകും എന്ന് കാത്തിരുന്നിട്ട് പോലും പലവിധ കഷ്ടങ്ങൾ കൂടി അവർ കടന്നു പോകുന്ന, പലവിധ ഞെരുക്കങ്ങൾ കൂടി അവർ കടന്നു പോകുന്നാൽ ദൈവം അവരെ കടത്തിവിടുന്നു. അപ്പോഴും ഒരു കാര്യം സത്യമാണ്, ദൈവം അവരുടെ ഇടയനായി അവരോട് കൂടെയുണ്ട്. ഈ ഇടയന്റെ പ്രത്യേകത നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഏത് ശത്രു വന്നാലും തന്റെ ആടുകളെ എന്ത് ചെയ്യുകയില്ല, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഒരു ഇടൻ. ഇത് തന്നെ ഇടന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നിന്നെയും എന്റെയും ജീവിതത്തിൽ കൂടി ദൈവം ഇങ്ങനെയുള്ള കഷ്ടതയിൽ കൂടി കടത്തിവിടുന്ന എന്തിനാണെന്നറിയാമോ? നിന്റെ വരും തലമുറകൾക്ക് ദൈവം ഒരു വലിയ മഹത്വം വെച്ചിരിക്കുന്നു. നിന്റെ വരും തലമുറയിൽ കൂടി ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുകുട്ടി ആബാലവൃത്തത്തിൽ കൂടി ദൈവം തന്റെ ബലം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇസ്രയേൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെല്ലാം കൊള്ളയായി തീരുമെന്ന് പറഞ്ഞു. നോ 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 നോ, ഒരിക്കലുമില്ല ദൈവത്തിന്റെ പൈതലെ. ഇന്ന് ദൈവത്തെ അറിയാതെ നാം ആഗ്രഹിക്കുന്നത് പോലും ആശിക്കുന്നത് പോലും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ കഴിയാതെ നമ്മുടെ പല തലമുറകളും, നിന്റെ തലമുറ ഒരു പക്ഷേ വഴിതെറ്റി ജീവിക്കുന്ന അനുഭവമായിരിക്കാം നിന്റെ മുമ്പിൽ ഉള്ളതെങ്കിലും ദൈവത്തോട് നീ പറ്റിച്ചേർന്നിരിക്കുന്നതുകൊണ്ട് വ്യക്തമായി പരിശുദ്ധാത്മാവും നിന്നോടും എന്നോടും പറയുന്ന ഒരു സത്യമുണ്ട്. ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ആമീൻ, വഴിതെറ്റിപ്പോയതിനെ ചിലതിനെ ദൈവം മടക്കി കൊണ്ടുവരും. ആ അപ്പന്റെ അടുക്കലേക്ക് അപ്പനിൽ നിന്ന് അകന്നു പോയവൻ അപ്പനിലേക്ക് മടങ്ങി വന്നതുപോലെ ചിലതിനെ മടക്കി വരുത്തുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഈ പ്രഭാതത്തിൽ നിന്നോട് പറയുകയാണ്. അതുകൊണ്ട് യഹോവ നിന്റെ ഇടയനായിരിക്കുന്നു. നിനക്ക് യാതൊരു വിധത്തിലുള്ള ഭാരവും വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. അല്പനേരത്തേക്ക് ചിലത് നിന്നെ വിട്ടുപോയെങ്കിലും ചിലതിനെ ദൈവം മടക്കി കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ നിർത്തി അപ്പ എന്നുള്ള ശബ്ദം നിന്നെ ദൈവം കേൾപ്പി. പറിച്ചീറിപ്പോയത് യാക്കോബ് പറഞ്ഞ ജോസഫ് എങ്ങനെ ഉന്നത സ്ഥാനത്തായി യാക്കോബിന്റെ മുമ്പിൽ വന്നു, അതേപോലെ ചില ദൈവത്തിന്റെ അത്ഭുതകരമായ അതിശയകരമായ പ്രവൃത്തികൾ നിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അബ്രഹാമിനെ പോലെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. അബ്രഹാമിന് ഇല്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ദൈവത്തോട് അവൻ യാതൊരു ദൈവത്തിന് വേദന വരുത്തുന്ന ഒന്നും അവന്റെ ഹൃദയത്തിൽ വരാ ദൈവത്തോട് ചേർന്ന് ജീവിച്ചതുപോലെ ചേർന്ന് ജീവിക്കാൻ ദൈവത്തിന്റെ പൈതലെ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാൻ പോയി. വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.